പൊന്നാനി സിയാറത്ത് ജുമാ മസ്ജിദ് ഇൽമിയ മദ്രസ പരിപാലന കമ്മിറ്റിയുടെ പേരിലുണ്ടാക്കിയ വ്യാജ കമ്മിറ്റിയെ വഖഫ് ബോർഡിന്റെ ഉത്തരവിലൂടെ ദുർബലപ്പെടുത്തിയതായി ഭാരവാഹികൾ. സിയാറത്ത് ജുമാ മസ്ജിദ് ഇൽമിയ മദ്രസ പരിപാലന കമ്മിറ്റിയുടെ യാതൊരു പ്രവർത്തനങ്ങളിലും ഇടപെടുകയോ അനധികൃതമായി പണം പിരിക്കുകയോ ചെയ്യരുതെന്നും നിലവിലുള്ള കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് അംഗീകാരവും പിന്തുണയും നൽകി കോഴിക്കോട് ചേർന്ന വഖഫ് ബോർഡ് യോഗം ഉത്തരവായി. മഹൽ നിവാസികൾ വ്യാജ കമ്മിറ്റിയുമായി സഹകരിക്കുകയോ അവരുടെ പണപ്പിരിവുകളിൽ പങ്കാളികളാകുകയോ പാടില്ലെന്നും മഹലിൽ അനൈക്യമുണ്ടാക്കാൻ ശ്രമിക്കരുതെന്നും എല്ലാവിധ കുൽസിത പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ച കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണമെന്നും മറിച്ചുള്ള യാതൊരു പ്രവർത്തനങ്ങൾക്കോ ഇടപാടുകൾക്കോ കമ്മിറ്റി ഉത്തരവാദികളാകില്ലെന്നും സിയാറത്ത് ജുമാ മസ്ജിദ് ഇൽമിയ മദ്രസ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സിയാറത്ത് ജുമാ മസ്ജിദിന്റെ കമ്മിറ്റി വ്യാജ ഒരു കമ്മിറ്റി, അതൊക്കെ അദ്ദേഹം പറയും, സെക്രട്ടറി പറയും, ഒരു കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് വളരെയധികം പ്രയാസപ്പെടുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. ആ നീങ്ങുന്ന പറഞ്ഞാൽ ഇവിടെ മഹല്ല് കമ്മിറ്റി ജനറൽ ബോഡി വിളിച്ചു കൂട്ടി. ആ കൂട്ടിയത് ഒരു ഭാഗം ചില്ലറ ആളുകൾ പങ്കെടുക്കാതെ പിന്നെ അവർ കുത്തിത്തിരിപ്പുമായി മഹല്ലിൽ വളരെ അധികമുള്ള നുണപ്രചരണങ്ങളും കുടുംബങ്ങളൊക്കെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന വിധത്തിൽ ശരിക്കും പറഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും ചെയ്തപ്പോൾ നമ്മൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. പല ഭാഗത്തുമായിക്കൊണ്ട് അവർ ഒരു ഉള്ള ആളുകളെ കൂട്ടിക്കൊണ്ട് എല്ലാ മേഖലയിലും പല പള്ളിയിലടക്കം മദ്രസ കൂട്ടിയിടുന്നൊരവസ്ഥ വന്നു. അതുകൂടാതെ ഒരു സഹോദരൻ മാനസികമായി പീഡിക്കപ്പെട്ടും ഹൃദയസ്തംഭനം മരണപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടു. വഖഫ് ബോർഡ് ആ വ്യാജ കമ്മിറ്റിയെ അവരുണ്ടാക്കിയൊരു കമ്മിറ്റിയാണ്, അത് മുഹമ്മദ് സെക്രട്ടറി സംസാരിക്കും. വ്യാജ കമ്മിറ്റിയെ ദുർബലപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ കമ്മിറ്റിയെ നിലനിർത്തിക്കൊണ്ടുള്ള വഖഫ് ബോർഡിൻ്റെ തീരുമാനം ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. ആ തീരുമാനം നമുക്ക് വളരെ സന്തോഷകരമാണ്. പൊന്നാനി സിയാറത്ത് ജുമാ മസ്ജിദ് ഇൽമിയ മദ്രസ പരിപാലന കമ്മിറ്റി പൊന്നാനിയുടെ മഹത്തമായ ഒരു കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ കുറച്ച് കാലമായി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കുറച്ച് ആളുകൾ ഇതിന് മുന്നിട്ടിറങ്ങുകയും ആ കമ്മിറ്റിക്ക് പിരിവ് കൊടുക്കരുതെന്നും ആ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ പിന്നോട്ടടിപ്പിക്കുന്ന രീതിയിൽ കെട്ടിടങ്ങളിൽ നിന്ന് വാടക കൊടുക്കരുതെന്നും മറ്റ് കാര്യങ്ങൾ എല്ലാം തടസ്സപ്പെടുത്തുന്ന ഒരു രീതിയിൽ മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡിൽ ഞങ്ങൾ നൽകിയ ഒരു ഹർജി വഖഫ് ബോർഡ് അത് യഥാർത്ഥമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് മുകളിലൊരു സൂപ്പർ കമ്മിറ്റി, വ്യാജ കമ്മിറ്റി അവരുണ്ടാക്കി. കാരണം യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു മാനദണ്ഡങ്ങളും പാലിച്ചിട്ടല്ല കമ്മിറ്റി അവർ രൂപീകരിച്ചത്. ജനറൽ ബോഡി യോഗം മഹല്ലിൽ ചേരുമ്പോൾ മഹല്ല് നിവാസികളെ അറിയിക്കുന്നതോടൊപ്പം ആ മഹല്ലിലുള്ള വരവ് ചെലവ് കണക്കുകൾ അംഗീകരിക്കുന്നുണ്ടോ, അതേപോലെ ആ മഹല്ലിലെ മറ്റ് രേഖകളെല്ലാം ഒരു കമ്മിറ്റിയിൽ നിന്ന് കൈമാറി കരസ്ഥം വാങ്ങിക്കൊണ്ടിട്ടാണ്, കൈമാറ്റം നടത്തിക്കൊണ്ടിട്ടാണ് പുതിയ കമ്മിറ്റി ചാർജ് എടുക്കൽ. ഈ വക കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ കുറച്ചൊരു സുപ്രഭാതത്തിൽ 4-5 ആളുകൾ കൂടിയിട്ട് ഞങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു കടലാസ് കമ്മിറ്റി ഉണ്ടാക്കിയാൽ ആ കമ്മിറ്റിക്ക് യാതൊരുവിധ നിലനിൽപ്പില്ല എന്ന് തന്നെയാണ് വഖഫ് ബോർഡും പറയുന്നത്, ബഹുമാനപ്പെട്ട വഖഫ് ബോർഡും പറയുന്നത്. മഹല്ല് ഭാരവാഹികളായ പ്രസിഡന്റ് KM മുഹമ്മദ് കാസിം കോയ, സെക്രട്ടറി KV ഉമ്മർകുട്ടി, ഖജാൻജി K കമറുദ്ദീൻ, വൈസ് പ്രസിഡന്റുമാരായ EK ഖലീൽ, C ഹുസൈൻ, ജോയിന്റ് സെക്രട്ടറിമാരായ KM ഇബ്രാഹിം ഹാജി, പറമ്പിൽ അഷ്റഫ്, അംഗങ്ങളായ C സിനാൻ, നവാസ്, ആല്യമാക്കാനകത്ത്, നുസൈമത്ത്, C ഹനീഫ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.